കീബോർഡ് പോലൊരു സംഭവം കെ ജെ ജോയി ആണല്ലോ ഇൻട്രൊഡ്യൂസ് കീബോർഡ് ആണല്ലോ അല്ലേ പ്രധാനപ്പെട്ട ദീപകിന്റെയും പ്രധാനപ്പെട്ട കീബോർഡ് പഠിക്കുമായിരുന്നോ എങ്ങനെയാ ഈ മ്യൂസിക്കിലേക്ക് വരുമ്പോൾ വായ്പാട്ടാണോ അതോ കീബോർഡാണോ? ആക്ച്വലി ചെറുപ്പത്തിൽ പാട്ടിലാണ് തുടങ്ങിയതെങ്കിലും വോയിസ് ചേഞ്ചിന്റെ സമയത്ത് ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ കീബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. കീബോർഡിൽ നിന്ന് ഉപേക്ഷിക്കാൻ ശ്രമിച്ചു, പിന്നെയും കീബോർഡ് അവനോനിലേക്ക് തിരിച്ചെത്തി, അങ്ങനെ ഒരു കഥയുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? അത് ആക്ച്വലി ഒരു ഏജ് കഴിയുമ്പം നമുക്ക് ഈ മ്യൂസിക് വിട്ട് വേറെ വല്ലതുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു പ്രഷർ വീട്ടിൽ നിന്നും, ഐ മീൻ ഏതൊരു ഫാമിലിയിൽ നിന്നും ഉണ്ടാവുന്ന പോലെ തന്നെ അടിച്ചു പൊളിക്കേണ്ട സ്റ്റേജൊക്കെ കഴിഞ്ഞു, ഇനി ജോലി ചെയ്ത് ജീവിക്കണ്ടേ എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ കീബോർഡ് കൂടെ ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും സംഗീതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നാത്തതും. അപ്പം ഞാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു ഇതങ്ങ് എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇനി മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ശ്രദ്ധ വരില്ലല്ലോ. അങ്ങനെ കീബോർഡ് വിറ്റ് അത് കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ പഠിക്കാനായിട്ട് ഒരു കോഴ്സിന് ചേർന്നതും, ബേസിക് സ്റ്റാർട്ടിങ് കോഴ്സായിട്ടും. പക്ഷേ ഈ കീബോർഡ് വിൽക്കുന്ന സമയത്ത് ഇത് വാങ്ങുന്ന ആൾക്ക് ഒരിക്കലും റെഡി ക്യാഷ് തരാനുള്ളൊരു അവസ്ഥ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സമയം ചോദിക്കും. ഞാൻ ആ സമയം എടുത്തോ എന്ന് പറഞ്ഞിട്ട് സാധനം എന്തെങ്കിലും കയ്യിൽ നിന്ന് പോട്ടെ എന്ന് വിചാരിച്ചങ്ങ് കൊടുക്കും. പക്ഷേ ഈ എടുത്ത ആളൊരു 4-5 മാസം കഴിഞ്ഞിട്ട് പൈസ തിരിച്ചു തരാൻ പറ്റാതെ ആകുമ്പോൾ ഈ കീബോർഡ് തിരിച്ചു തരും. അങ്ങനെ തന്നെ ഇതൊരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഈ കീബോർഡ് പുതിയതായിട്ട് വാങ്ങേണ്ട അത്രയും കാശ് ഇത് എടുക്കുന്നവർ ആദ്യത്തെ ഒരു പേയ്മെൻറ്റിൽ മാത്രം തിരിച്ച് തന്ന പല കേസസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി കൊടുക്കണ്ട, ഇത്ര പ്രാവശ്യം 3-4 പ്രാവശ്യം പോയിട്ട് തിരിച്ചെത്തിയ കീബോർഡല്ലേ, എന്നാൽ പിന്നെ ഇത് ഞാൻ തന്നെ വെക്കാം, വായിക്കാതിരുന്നാൽ പോരേന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ വായിച്ചു. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോകണ്ടേ? പാട്ട് പാടില്ല. പാട്ട് പാടിയാൽ ഞാൻ പാടുപെടും. അത് പാട്ടുകാരനല്ലേ, പാട്ട് നന്നായി പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അല്ല അത് നിർബന്ധിക്കണോ? നിർബന്ധിച്ചാലും വേണ്ടെന്ന് വെച്ചാൽ രാവിലെ തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ ശരിയാവില്ല. അദ്ദേഹം തലശ്ശേരിക്കാരനാണ് ടോണി സാർ. കണ്ണൂർ. മറ്റേ ഉണ്ണി സാറാണെങ്കിൽ ഇപ്പം ആലപ്പുഴക്കാരാണെങ്കിൽ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ നാട് എന്റെ നാട്. കണ്ണൂരും നമ്മുടെ നാടാണ്. തീർച്ചയായിട്ടും തലശ്ശേരി ആണെങ്കിലും പറഞ്ഞു വരുമ്പം കണ്ണൂരാണ്. അപ്പോൾ ഈ കണ്ണൂർ കണക്ഷൻ അതുപോലെ തന്നെ, പക്ഷേ കണ്ണൂരിൽ തന്നെ അങ്ങനെ അധികം നിലയുറപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അച്ഛനും അമ്മയും തലശ്ശേരി ആണെങ്കിൽ കൂടെ ഞാൻ വളർന്നതെല്ലാം ദുബായിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് വെക്കേഷൻസിന് വരുമ്പോൾ ഉള്ള ഒരു കണക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാടായിട്ട്. ഇപ്പം എറണാകുളമാണ്, അപ്പം അച്ഛനും അമ്മയും ഇവിടെയാണ് താമസിക്കുന്നത്. എന്നാലും റിലേറ്റീവ്സ് ഒക്കെ തലശ്ശേരിയാണ്.